ലൈവില് കുറെ സമയമായിട്ട് അനീഷ്, അനിമോള്, ആദിൽ അനൂർ ഇവരൊക്കെ തമ്മിൽ സംസാരമാണ് കേട്ടോ. ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള വലിയ ചർച്ചകളൊന്നുമല്ല. അനീഷിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മറ്റുള്ളവരെ പറ്റിയുള്ള ഒരു ചർച്ചയിലും അനീഷ് ഏർപ്പെടാറില്ല. അത് ഡേ 1 മുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോ പറഞ്ഞത് ക്ലീശയായി പോയെന്ന് തോന്നുന്നു. ക്വാളിറ്റി സംസാരങ്ങളാണ് മുഴുവൻ സമയം, അല്ലെങ്കിൽ സംസാരിക്കില്ല. പ്രത്യേകിച്ച് അനീഷ്, അനിമോള് എന്നിവർ തമ്മിലുള്ള സംസാരങ്ങൾ കേട്ടോ. ആദ്യം ഇവരെ ബർത്ത്ഡേ, പിറന്നാളിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. സാധാരണ അനിമോൾ എങ്ങനെയാണ് പിറന്നാൾ ആഘോഷിക്കുന്നതെന്ന് അനീഷ് ചോദിക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം അനിമോള് പറയുന്നുണ്ട്, കോടന്നൂരിൽ നിന്നും അനീഷേട്ടൻ കൊച്ചിയിലേക്ക് വാ, നമുക്ക് ആഘോഷിക്കാമെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഏപ്രിലോ മറ്റോ ആണ് അനിമോളുടെ പിറന്നാൾ കേട്ടോ. അത് അനീഷ് ചോദിച്ചറിയുന്നുണ്ട്. അപ്പൊ തിരക്കൊക്കെ ഒഴിഞ്ഞ് വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിലും ഞാൻ വരാമെന്നും അനീഷ് വാക്ക് കൊടുക്കുന്നുണ്ട്. മുമ്പ് ഇതേപോലൊരു ടോക്ക് നടന്ന സമയത്ത്, ഒരു സംസാരം നടന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അനീഷ് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നും, ഇങ്ങനെ ആരുടെയും വീട്ടിലേക്കൊന്നും പോവില്ല എന്നും, സ്വന്തം വീട്ടിലേക്ക് ആരെയും കൊണ്ടുവരില്ല എന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് അനീഷ് മാറിയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. അത് നല്ല മാറ്റങ്ങളാണ്, നമ്മൾ നല്ല മാറ്റമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ വരുമ്പോ എന്ത് ഗിഫ്റ്റ് കൊണ്ടുവരണമെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. ഒരു ഗിഫ്റ്റും വേണ്ട അനീഷ് ഏട്ടാ, വരുമ്പോ എനിക്കൊരു റോസാപ്പൂ തന്നാ മതി എന്ന് അനിമോള് പറയുന്നുണ്ട്. അനീഷ് അപ്പൊ ചിരിക്കുന്നുണ്ട്. ഉടനെ നൂറ, ഇങ്ങനെ ബ്ലഷ് അടിക്കല്ലേ അനീഷ് ഏട്ടാ എന്ന് വെച്ചാൽ കള്ളച്ചിരി ചിരിക്കല്ലേ എന്ന്. അതേപോലെ അനീഷ് പിന്നീട് അനിമോളുടെ കല്യാണക്കാര്യത്തെ പറ്റിയൊക്കെ തിരക്കുന്നുണ്ട്. അടുത്തൊരു 2 വർഷത്തേക്ക് നോക്കുന്നില്ല എന്നൊക്കെയാണ് അനിമോള് പറയുന്നത്. ജാതകം അത് എന്നൊക്കെ പറഞ്ഞ് അനിമോള് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 വഴിക്കാവുന്നോ അങ്ങനെ എന്തൊക്കെയോ, 30 വയസ്സ് കഴിഞ്ഞിട്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വേണം എന്ന് അനിമോള് പറയുന്നില്ലേ എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. മനസ്സിലാക്കുന്ന ഒരാൾ വേണം അനീഷേട്ടാ, അങ്ങനെ ഒരാളെ കിട്ടിയാൽ ഭാഗ്യം എന്ന് അനിമോള് പറയുന്നു. ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെയുള്ളവരില്ല. ചേട്ടന്റെ അച്ഛനും അമ്മയും പിന്നെ എന്റെ അച്ഛനും അമ്മയും ജീവിക്കുന്ന പോലെ ജീവിക്കണം. ഇത് പിന്നെ ബാറ്ററി മാറ്റാനായിട്ട് അക്ബർ എല്ലാവരെയും വിളിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു കോൺവെർസേഷൻ അവിടെ വെച്ച് അവസാനിക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും